നമ്മളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദിൻ്റെ അടുത്താണ് ഓതി പഠിച്ചത്. അതിൻ്റെ മുമ്പ് അബ്ദുള്ള കോയ ബാക്കവി ഉസ്താദ് പറഞ്ഞ ഉസ്താദിൻ്റെ അടുത്ത് ഓതി പഠിച്ചിട്ടുണ്ട്. ഞാൻ തനാസും ബാബ് ഓതാൻ വേണ്ടിയാണ് അൽഫിയിൽ ഉസ്താദിന് ഈ ബൈത്ത് ഓതാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ദർശിച്ചത്. അങ്ങനെ അൽഹംദുലില്ലാ അന്ന് ഞങ്ങളൊക്കെ ചെലവിന് വരുമ്പോൾ സത്യത്തിൽ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ലൊഹർ ഇങ്ങനെ ആകുമ്പോൾ കുറേ ആളുകൾ ഒരു നാട്ടിൽ അവർ പറയും 2 മുതഅല്ലിമിന് ഞാൻ കൊണ്ടുപോകാം, 2 മുതഅല്ലിമിന് ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ പോകും. അങ്ങനെ കൊണ്ടുപോയി ചിലപ്പോൾ ഒരു 10 കുട്ടികളൊക്കെ ബാക്കിയുണ്ടാവും ദർസ് തുടങ്ങുമ്പോൾ. ഫസ്റ്റ് ഷവ്വാലിൽ ദർസ് തുടങ്ങുമ്പോൾ അപ്പോൾ 10 മുതഅല്ലിമിന് ബാക്കി ഉണ്ടാകുമ്പോൾ വേറെ രാജ്യമുണ്ട് അവിടെ, കുഞ്ഞർമു ഹാജി എന്ന് പറയും, മാടമ്പി കുഞ്ഞർമു ഹാജി, മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അയാൾ പറയുന്നു 5 കുട്ടികളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഈ 5 കുട്ടികൾക്കും പിന്നെ ഭക്ഷണം ആകടെ വരെ കുഞ്ഞർമാജിൻ്റെ അവിടെ. ഞാനും ആ പെരയിൽ 8 ദിവസം പോയിക്കണം. ഞാൻ ഇപ്പം എല്ലായിടത്തും ആയിരിക്കും കുഞ്ഞർമാജി ആകെ 8 ദിവസം തന്നിട്ടുള്ളൂ. അതിനിപ്പോൾ ഞാൻ എത്ര സ്ഥലത്തു നിന്ന് വരുന്നതിന് ഒരു ഇങ്ങോട്ട് തരണം ഞാൻ ബാക്കി. അപ്പം ഈ ദുആ ആരോ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഈ മക്കൾക്ക് വിട്ടുകൊടുത്ത് എന്നോട് വലിയ സന്തോഷം തോന്നി. കാരണം എന്താ, ഒരു 8 ദിവസം ഭക്ഷണം കൊടുത്തതാ ഒരു മുതഅല്ലിമിന്. എവിടുന്നൊക്കെ ദ്വാരക്കണ്? ഇന്ന് ദ്വാരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇതിൻ്റെ മുമ്പ് ഞാൻ ദ്വാരക്കുന്ന ആറ്റിങ്ങിൽ നിന്ന് ദ്വാരുന്നിട്ടാണ് വരുന്നത്. എവിടെ ചേരും ദ്വാരുന്നാലും പേര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ ഓൽക്ക് അതിൻ്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ദ്വാരുന്നത് ബാലുശ്ശേരിയിൽ നിന്നാണ്. ബാലുശ്ശേരി കൂരാച്ച് കൊണ്ടുവന്ന പരിപാടി കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് ട്രെയിൻ കയറി 10 മണിക്ക് ട്രെയിൻ കയറി ഇങ്ങനെ പോരാണ്. ഇനി നാളെ എങ്ങനെ പോയി തലശ്ശേരി ധർമ്മടത്തും അവിടുന്ന് വരക്കും. അപ്പൊ ചേർമ മനസ്സിലാക്കണം, നല്ല ദ്വാരക്കൊണ്ട് ചേർമ 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ചേർമ ഉണ്ടാവില്ല. അല്ലാഹു ഇനി നിലനിർത്തി കൊടുക്കട്ടെ, നല്ല ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ആളുകൾ പിന്നെ ആദരവ് കമ്മിയായി. മുഖ്യമന്ത്രി അതിൻ്റെ ആ ഒരു പദം കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറയാന്ന് പറയാൻ പറ്റൂല. പ്രധാനമന്ത്രി ആ പദം കഴിഞ്ഞാൽ അത് എന്തൊക്കെയാ പറയാന്ന് പറയാൻ പറ്റൂല. ഒരു ദർസിലുള്ള പഠിപ്പിച്ച ഒരു മുതഅല്ലിമ്, ഒരു മുദർരിസ്, കാലാകാലം അത് മുദർരിസ് എന്ന പദത്തിൽ അത് നിലനിൽക്കുകയും അൽഹംദുലില്ലാ അതിൽ വലിയ ആ എത്ര ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുത്തോ ഖിദ്മ ചെയ്തോ ആ കൂലി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും മുതഅല്ലിമീങ്ങളെ പറ്റി പറയുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ഭക്ഷണം തന്ന അഹമ്മദ് കുട്ടിമാനു പാത്തുണ്ടാത്ത 2 ആളുണ്ട്. ഇവർക്ക് ഭക്ഷണം, ഞാൻ ഈ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയിരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ ഭക്ഷണത്തിന് പോകുമ്പോൾ വളരെ പാവപ്പെട്ട വീടാണ്, അവർക്ക് സ്വന്തമായി വീടില്ല. അന്ന് കോൺഗ്രസ് ഉള്ള കാലാണ്. കുർണിയ സയ്യിദിനെ അറിയോ? അറിയൂലേ? പകുവൈ അതിൻ്റെ അന്നത്തെ നേതാവാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവരെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ഒരു പറമ്പിൽ ഒരു പീടിയുണ്ട്. ആ പീടിയിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ മറച്ചു കെട്ടിയിട്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നത്. അവിടെ എനിക്ക് ഭക്ഷണമുള്ളത്. ഇവരെ പണി എന്താ അറിയുങ്ങൾ? രാവിലെ എണീറ്റിട്ട് ഇവരെന്ത് ചെയ്യും, മാനുവക്ക് ഒരു ഭാഗത്തേക്കും പാത്തുന്നാത്ത ഒരു ഭാഗത്തേക്കും പോകും. എന്തിന്? ടെലിഫോൺ ബില്ല് അടക്കുക, റേഷൻ പീടിയിൽ പോയിട്ട് അരിയും പഞ്ചസാരയും വാങ്ങിക്കൊടുക്കുക. ഇതാ ഇവരെ പണി. അങ്ങനെ ജോലി ചെയ്തിട്ട് 10 പൈസ, 50 പൈസ, 1 ഉറുപ്പ്യ, 75 പൈസയൊക്കെ കൂലി കിട്ടും രണ്ടാക്കും. ഇങ്ങനെ ഇത് സമാഹരിച്ചുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ കരണ്ടില്ല. ഞാനിങ്ങനെ പോകുമ്പോൾ പ്രായം ചെന്ന ഉമ്മയാണ് പാത്തുന്നാത്ത ഉമ്മ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ 4 ആളുകളും 5 ആളുകളൊക്കെ ഒന്നിച്ചിങ്ങനെ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് റോട്ടിലൂടെ പോകുമ്പോൾ ഈ ഉമ്മ വിളക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ വരും. എന്താണ് പറയുക ആ വിളക്കിന്? മണ്ണെണ്ണ വിളക്ക്. വേറെ വിളക്ക്, വേറൊരു പേരുണ്ടതിന്. എന്താ ദിവസം? ചിമ്മണി വിളക്ക്. അവിടെ പറയും ഉസ്താദ് പുതിയ സിലബസിലാണ് അല്ലേ? റാന്തലല്ല, എന്ത് ചിമ്മണി വിളക്ക്. ഈ ചിമ്മണി വിളക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് എൻ്റെ മോലിയറ്റിയോടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് ആ വിളക്കിൻ്റെ വെച്ചാൽ നമ്മളിങ്ങനെ പോകും. അങ്ങനെ ഇവൾക്കൊക്കെ കഥ പറയാനുണ്ടാവും. അങ്ങനെ വിളക്ക് ഇങ്ങനെ പോയി. പിന്നെ ഒരു പത്തായുണ്ട്. പത്തായം എന്ന് പറഞ്ഞാൽ ഇവിടെ തിരിയും. ആ പത്തായത്തിൻ്റെ മുകളിൽ പക്ഷേ ഡൈനിങ് ടേബിളൊന്നുമില്ല, ചെയറൊന്നുമില്ല. ഈ പത്തായത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ഒരു സുപ്രയുണ്ട്. ആ സുപ്ര സുബ്ഹാനല്ലാഹ് പ്ലാസ്റ്റിക്കിൻ്റെ സുപ്രയല്ല. ആ സുപ്ര ഏതാ? നല്ല കൈതോല എന്ന് പറഞ്ഞൊരു ഓലുണ്ട്. അത് ഇവിടെ ഉണ്ടോ? അറിയോ?
ആ തോടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഓലയാണ്. അതിന് 2 സൈഡിൽ മുള്ളുണ്ടാവും. അത് കണ്ടിട്ടിട്ട് പായ ഉണ്ടാക്കും. അതുകൊണ്ട് വലിയൊരു പായ ഉണ്ടാക്കും. ആ വലിയ പായ ആദ്യം വിരിക്കും, പിന്നെ ചെറിയ പായ വിരിക്കും. അതാ സുപ്ര. അതന്നെ സുപ്ര. അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു ആണിമ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഞാൻ വരുമ്പോഴേ എടുക്കുള്ളൂ. 2 പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ, ആൺകുട്ടികളായിട്ട് എല്ലാവരും. അപ്പോൾ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറയും, തങ്ങളുട്ടിയെന്ന് എന്നെ വിളിച്ച ചെറിയ കുട്ടി 7ാം ക്ലാസ് പഠിക്കുന്ന പ്രായമാണ്. തങ്ങളുട്ടിയെ നമ്മൾ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് നിങ്ങൾ ഇമാമുക്ക് വേണം കേട്ടോ, ഞങ്ങൾ ആൺകുട്ടി നിങ്ങളാണ് അന്ന് പറയും. 2 ആളും അങ്ങനെ പറയും ഇടക്കിടക്ക്. അങ്ങനെ ഈ മണ്ണെണ്ണ വിളക്കുമായി ഭക്ഷണത്തിനിരുന്നാൽ പിന്നെ ഈ വിളക്കേറ്റ് ഓല എടുക്ക് പോകും, പിന്നെ അടുക്കളയിൽ പോകും, പിന്നെ കിച്ചണിൽ പോകും. കാരണം ആകെ ഒരു വിളക്കുള്ളൂ ചിമ്മിണികൾക്ക്. പിന്നെ ഞാൻ ഇട്ടത്ത് ഉത്തിരിക്കണം. പിന്നെന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കൊടുത്തിട്ട് പഞ്ചസാര ടിന്നിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കും. അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ ഓല കൊണ്ട് മുടഞ്ഞ സാധനം ആയതുകൊണ്ട് ഒരു കറുത്തൊരു സാധനമാണ്. ഞങ്ങളുടെ നാട്ടിൽ കോട്ടരമ്മ എന്നാണ് പറയില്ല, ഇവിടെ അറിയാം, ഒരു കറുത്തൊരു സാധനം ഉണ്ടാവും. ഈ ഓലമ്മലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സാധനം. അത് ഇവിടെ എന്താ പറയാന്ന് അറിയില്ല. ഏതായാലും ആ സാധനം കിടക്കിടക്ക് എന്ത് ചെയ്യും, ഈ ചാറിൽ പെടും. അപ്പോൾ ചാറിൽ പെടുമ്പോൾ അതൊക്കെ തൂമ്പിച്ച ഉള്ളിൻ്റെ കൂട്ടത്തിൽ പെടുക എന്നല്ലാതെ ഇമ്മനോട് കോട്ടരമ്മൻ്റെ കഥയൊന്നും പറയാൻ പറ്റൂല. ഉമ്മനോട് കോട്ടരമ്മൻ്റെ കഥ ഒന്നും പറയാൻ പറ്റില്ല. ഈ തൂമ്പിച്ച ഉള്ളി, കറുത്ത ഉള്ളി വരും ഇല്ല, തൂമ്പിക്കാരില്ല ഇവിടെ. ആ വെളിച്ചെണ്ണയും പറഞ്ഞിട്ട് ആ താളിക്കുക. അതെ, ആ താളിച്ച് കോട്ടരമ്മക്ക് എന്താ ഇവിടെ പറയാ, സംസുദ്ദി ഉസ്താനാ അറിയാമല്ലോ. നിങ്ങൾ 2 കൊടുത്ത് നിന്നാളല്ലേ, എന്താ അറിയില്ല. എന്തായാലും കറുത്ത ഒരു സാധനം ഉണ്ട്. അത് ഓലമലൊക്കെ ഉണ്ടാവും, അങ്ങനെ പാറി നടക്കും. രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും. റബ്ബറൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലുണ്ടാവും ആ സ്ഥലങ്ങളിൽ. ഏതായാലും ആ സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തൊരു സാധനം. ഏതായാലും ഈ സാധനമൊക്കെ കറിയിൽപ്പെടുമ്പോൾ ഉമ്മ പറയും, കറുത്തത് വരുമ്പോൾ അതൊക്കെ ഞാൻ പറയും തൂമിച്ചുള്ളിൻ്റെ പെടുത്താന്നല്ലാതെ ഉമ്മനോട് ഇതൊന്നും പരാതിപ്പെടാം. അങ്ങനെയാണ്. അങ്ങനെ ഉമ്മ സുബ്ഹാനല്ലാഹ് മീൻ തരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്ത് 3 പഞ്ചായത്തിൽ നടന്നു നോക്കിയാൽ അത്രക്കും നല്ല സൂപ്പർ ഭക്ഷണം ഒരു മുതലാളിൻ്റെ പേരിലുണ്ടാവില്ല. അത്രക്ക് സൂപ്പർ ഭക്ഷണം ഒരു മുത്താലിമിന് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അന്ന് മുത്താലിമിന് ഭക്ഷണം മാത്രം മതി. ഇന്ന് മുത്താലിമിന് ഭക്ഷണം മാത്രം പോരാ, വേറെയും കുറേ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാലങ്ങൾ മാറിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉമ്മ മീൻ തരുമ്പോൾ വാലിൻ്റെ കഷ്ടം മാത്രമേ എനിക്ക് തരുള്ളൂ. എന്നും അത് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് 7ാം ക്ലാസ് വല്ലതും ഉള്ളൂ. ഉമ്മനോട് ചോദിച്ചാൽ, അല്ല ഉമ്മ ഇവിടുത്തെ മീൻ തലല്ലേ ചോദിച്ചു. എന്നും വാൽ കഷ്ടം തന്നപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചാൽ, ഇവിടെ തലല്ല ഇവിടുത്തെ മീനിനോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി സുബ്ഹാനല്ലാഹ്, ഉമ്മൻ്റെ ഒരു മറുപടി, തങ്ങളുട്ടിയെ ഇവിടുത്തെ മീനിന് തലയില്ലാത്തത് കൊണ്ടല്ല, തലയുടെ ഭാഗം തന്നാൽ മുള്ളു കുത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഉമ്മ തലയുടെ ഭാഗം തരാത്തത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയാണ്. ആ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയി. 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഇപ്പങ്ങൾ ആമീൻ പറഞ്ഞതായിരിക്കാം. ഇപ്പങ്ങൾ ആമീൻ പറഞ്ഞ ആർക്കാണ്? കോട്ടക്കൽ അടുത്ത് ഒതുക്കുങ്ങൽ ഇഹ്യാഉസ്സുന്നയുടെ അടുത്ത് മറ്റത്തൂരങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 5 ഏക്കർ മൈതാൻ ഖബർസ്ഥാനിയുള്ള ഒരു പള്ളിയുണ്ട്. മമ്പുറത്തുപ്പാപ്പ കുറ്റിയടിച്ച പള്ളിയാണ് ആ പള്ളി. ആ പള്ളിക്ക് 5 ഏക്കർ ഖബർസ്ഥാനം ഉണ്ട് എന്നാ പറയാറ്. അതിലാണ് ഈ മാനോക്കും ബാത്തും കിടക്കണം. ഇപ്പൊ ഇവിടുന്ന് കരുനാഗപ്പള്ളി അങ്ങട്ടാ പോയത്, അങ്ങട്ടാ പോയത്. എന്തേ കാരണം? ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്തതാ. അണ്ടാ, അപ്പൊ ഒരു മുതഅല്ലിമിന് അൽഹംദുലില്ലാഹ് ദീന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അൽഹംദുലില്ലാഹ് നമ്മളൊരു ഖിദ്മ ചെയ്യുമ്പോൾ, അവർക്ക് ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, അവർക്ക് ആവശ്യമാകുന്ന സ്ഥലങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് ഇങ്ങനെ ലഭിച്ചു കിട്ടും. ഇതാണ് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് അവറുകൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എത്ര ശിഷ്യന്മാർ പഠിച്ച് പുറത്തിറങ്ങി ദഅവത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്? 75 മുതഅല്ലിമീങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുറേ കുട്ടികൾക്ക് സ്ഥാനത്ത് കൊടുത്തു വിട്ടു. അവരൊക്കെ ഇപ്പോൾ പല പള്ളിയിലിരുന്ന് മിഹ്റാബിലിരുന്ന് ഇങ്ങനെ ദ്വാരക്കാണ്, വലിമൻ അത്അമനാ വലിമൻ അഅനനാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, മറ്റു സൗകര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിച്ച ധാരാളം ആളുകൾ, അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. അപ്പൊ കുറേ മൗമൂമിങ്ങൾ ആമീൻ പറയും, കുറേ മൗമൂമിങ്ങൾ ആമീൻ പറയും.
ഇതാണ് ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രോഫിറ്റ് ഉള്ള സാധനം. വേറെ ഒന്നിനാവില്ല, വേറെ ഒരു സാധനവും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് അതാണ് ദർസ് എന്ന് പറയുന്ന സംഗതി. അൽഹംദുലില്ലാഹ് ഇന്ന് കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഭൗതികവും മതവും കൊടുക്കണം, ഹിഫ്ള് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ആയി മാറി. അൽഹംദുലില്ലാഹ് പഴയ സിലബസ് അല്ലല്ലോ ഇപ്പോൾ. പഴയ സിലബസിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് മത്തൻ കറി അസുലം കുത്തി, ബഷീർ കീസ കീറി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ട തിന്നു. വല്ലതും തിരിഞ്ഞ മൂലറ്റ് ഒന്നും തിരിഞ്ഞിട്ടില്ല. അതൊക്കെ പഴയ കാലത്ത് 1-ാം ക്ലാസ്സിൽ സംസദീയ മൂലം നമ്മളൊക്കെ പഠിച്ച ചെയർമാൻ ഓർമ്മ ഉണ്ടാവില്ല. പഴയ കാലത്ത് 1-ാം ക്ലാസ്സിൽ അതൊക്കെയുള്ളു. ഇന്ന് പിന്നെ കുറച്ചൊക്കെ സിസ്റ്റം മാറിയപ്പോൾ ഇന്നത് ഒക്കെ മാറ്റി. ഇന്നിപ്പോൾ കുട്ടികളോട് അതൊന്നും പറഞ്ഞാൽ തീരൂല. ഇന്നത്തെ ജനറേഷനിൽ അൽഫാമിൽ ഉപ്പില്ല, തിരിഞ്ഞോ, അപ്പം മുമ്പ് റെഡിയായി. ഷവർമ നല്ല ടേസ്റ്റുണ്ട്, ബ്രോസ്റ്റ് കിട്ടിയാൽ നന്നായി, അൽബൈക്ക് ആയാൽ വിശേഷമായി. ഈ അൽബൈക്ക് എന്ന സാധനം ഇവിടുന്ന് കിട്ടിയ ചെയർമാനെ, അൽബൈക്ക് ലബൈക്ക് കഴിഞ്ഞാൽ പിന്നെ അൽബൈക്കാ. അജ്നോയില്ലേ? അജ്നോയില്ലേ? ഉംറക്ക് പോയി, അല്ലാ, ലബൈക്ക് കഴിഞ്ഞാൽ അൽബൈക്ക്. ഇപ്പൊ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അൽബൈക്ക് എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റിന്റെ പേരാ. അത് സൗദിയിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും പറ്റൂല. ഇവിടെയൊക്കെ അൽബൈക്ക് എന്ന് എഴുതും, അതൊക്കെ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലാതെ പറ്റൂല. കാരണം കേസാ, കാരണം ഒരു രജിസ്റ്റർ ചെയ്താണ്, ഓർക്ക് മാത്രമേ പേരിടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ തമാശി പറയലുണ്ട്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ആണ് കഴിഞ്ഞാൽ പിന്നെ തഹല്ലുലായ പിന്നെ ഒരഭിപ്രായം അനുസരിച്ച് കൊണ്ട് രണ്ടാമത്തെ തഹല്ലുൽ എന്താണ്? ബ്രോസ്റ്റ് അൽബൈക്ക് തിന്നാണ്. അത് ഏത് കിതാബിലാണ് പറഞ്ഞു ചോദിക്കരുതിട്ട്, അത് ഇന്നോടന്നെ ചോദിച്ചാൽ മതി, ഞാനേ പറയുള്ളൂ കിതാബൊക്കെ, സംശയിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് പറയണപ്പോൾ, അപ്പോഴേ ഇപ്പോൾ കുട്ടിയൊക്കെ തിരിയുള്ളൂ. അപ്പോൾ കാലങ്ങൾ മാറി. ഇന്ന് അൽഹംദുലില്ലാഹ് 313 മദ്രസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസയിൽ 233 മദ്രസകൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ 115 മദ്രസകൾ AC സംവിധാനത്തോടെ നിലവിൽ വന്നിട്ടുള്ളത്. ഇവിടെ മദ്രസയിൽ AC ഉണ്ടോ? മദ്രസയിൽ ഈ മദ്രസയിലാണ് ഇവിടെ അലിഫ് ബാ പഠിപ്പിക്കണം, ഇല്ല. വെക്കണം, ഇവിടെ AC ഉണ്ടോ സാർ? ഇല്ല. ഇഫ്ലിലൊന്നും ഇല്ലല്ലോ. ഇഫ്ലൊക്കെ നല്ല സ്മാർട്ട് ആവണം, നല്ല ഡിജിറ്റൽ റൂമുകളായി മാറണം. അൽഹംദുലില്ലാഹ് അതിന് 10-40 ലക്ഷം റുപ്യ വേണം, മഞ്ഞപ്പൊടി നിൽക്കൂല. അങ്ങനെ അപ്പോഴേ ശരിയാക്കാൻ കഴിയും. പക്ഷെ അതിൻ്റെ മുമ്പ് ഒരു വൃത്തിയുള്ള കുറച്ച് സ്ഥലം കൂടി നമുക്ക് അൽഹംദുലില്ലാഹ് ഇതിനോട് ചേർന്ന് നിന്ന് അത് പൂർത്തിയായി. കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് അൽഹംദുലില്ലാഹ് വൃത്തിയിൽ പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പുല്ലൊക്കെ അൽഹംദുലില്ലാഹ് ഒന്നിരിക്കുക പുല്ലിൻ്റെ മട്ടത്തിൽ ഇരുത്തുക, ഇല്ലെങ്കിൽ പിന്നെ ഇൻ്റർലോക്കിൻ്റെ മട്ടത്തിൽ ഇരുത്തുക, അങ്ങനെയാണ്. അപ്പോൾ ഇത് പുല്ലുങ്ങൾ വെച്ചിട്ടില്ലെങ്കിലും പുല്ലിങ്ങനെ വളർത്തിയ കാരണം നിങ്ങളോട് മനസ്സിലാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പുല്ലെന്നെ സ്വയം ഉണ്ടായത് അവിടെ, അതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയിൽ നിർത്തി നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് എപ്പോഴും നല്ല ഒരു മൈൻഡ് ഉണ്ടാവണം കുട്ടികൾക്ക് പഠിക്കാൻ. നല്ലൊരു മൈൻഡ് ഉണ്ടാവണം, നല്ല പച്ചപ്പ് കാണണം. പഴയ കാലത്തൊക്കെ ഉമ്മമാരൊക്കെ മുള്ളു കുത്തിയാൽ ഉമ്മമാരൊക്കെ ഈ പിന്നോണ്ട് മുള്ളെടുക്കും. അതിനെന്താ പറയുക, ആ പച്ചലമക്ക് നോക്കിക്കുവാണ്. പച്ചലമക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ അത് മെല്ലെ മുള്ളു. ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് അനിസ്തേഷ്യ നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ എന്തായി, അതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് ഈ പള്ളി, ഈ ദർസ് ഇതൊക്കെ നല്ല ഉഷാറാവണം.